ടു ലെജൻസ്. നമ്മുടെ ചുരിദാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റഡി. ഇത് ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റ്. നമുക്ക് നോർമൽ ടിഷ്യൂ സിൽക്കിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റും ആണ്. പിന്നെ കളറ് ടിഷ്യൂവിൻ്റെ പോലെ കുറച്ച് ഓവർ അങ്ങനെ ആ ഒരു ഗോൾഡൻ കളർ ഇല്ല കേട്ടോ. ഇതിലൊരു ലൈറ്റായിട്ടൊരു സിൽവർ ടോൺ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതങ്ങനെ ഓവറായിട്ടൊന്നും ഇല്ല. ടിഷ്യൂ സിൽക്ക് ബേസ് ആ ഒരു മെറ്റീരിയൽ സെയിം ആണ്, പക്ഷേ ആ ഒരു തിളക്കമില്ല, ഭയങ്കരമായിട്ട് ആ ഒരു ഗോൾഡൻ തിളക്കമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷന് നല്ലതായിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. കളർ നല്ലതാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് ബ്ലൂ കൂടുതലായിട്ട് കാണിക്കും. ശരിക്കും ഇത് നമ്മുടെ ആ ഒരു സിയാൻ കളറില്ലേ, അങ്ങനത്തെ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ, എന്നാൽ ഭയങ്കര ഓവർ ബ്ലൂ അല്ല. കുറച്ച് ചിലരുടെയൊക്കെ ഫോണിലെങ്കിലും ഈ ഒരു കളറിനെ ഭയങ്കര ബ്ലൂ ആയിട്ട് കാണിക്കും. ഭയങ്കര ബ്ലൂ അല്ല കേട്ടോ, ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ്, പക്ഷേ അടിപൊളി കളറാണ്. പിന്നെ ദുപ്പട്ട വരുന്നതാണെങ്കിലും നല്ല സോഫ്റ്റ് ഫാബ്രിക്. ഇത് കണ്ട് നമുക്കൊരു സിൽക്കിൻ്റെയൊക്കെ ആ ഒരു ലുക്കാണ് കേട്ടോ. ഇതിൽ ചെറിയ കുഞ്ഞൊരു ഒരു ചെക്ക് ഡിസൈൻ പോയിട്ടുണ്ട്. പിന്നെ ഫുള്ള് പ്രിൻറ്റും വരും. ബോർഡറും കാണാൻ നല്ല രസമുണ്ട്. കൂടിൻ്റെ അകത്തൊക്കെ വരാറുള്ള ആ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ്. നമുക്ക് ആ ഒരു സിൽക്ക് ടൈപ്പ് ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, സെയിം കളർ തന്നെ. കളർ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ബ്ലൂ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഗ്രീനിൻ്റെ കളർ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കണേ. നമ്പർ Y 190, റേറ്റ് 1120 മാത്രം. 1120. നല്ലൊരു ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാട്ടോ, നല്ല കളറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ ആ ഒരു ബീഡ്സ് വർക്ക്, നല്ലതായിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്കൊരു ഫംഗ്ഷനൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന, ബീഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ്. ദുപ്പട്ടയാണെങ്കിലും നേരത്തെ വന്നുകൊണ്ടിരുന്ന പോലെ ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു ബീഡ്സ് കൊടുത്തിട്ടില്ല. പകരം ഇപ്പോൾ വരുന്ന ട്രെൻഡ് അനുസരിച്ച് കുറച്ചൊരു പ്രിൻറ്റഡ് ആയിട്ട് അതിനോട് നല്ലതായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ദുപ്പട്ട കൊടുത്തേക്കുന്നത്. കളർ രക്ഷയില്ലാട്ടോ, നല്ല കളറാണ്. ഇത് കാണാനായിട്ട് നേരിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ബീഡ്സൊക്കെ കൊടുത്ത് അതാണ് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ബേസ്ഡ് ഇടയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. എന്നാൽ ഭയങ്കര റീസണബിളാണ്. 1100 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല റീസണബിളാണ്. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നമ്പർ Y 191, റേറ്റ് 1120. നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രേ കളറാട്ടോ. ഈ കളർ കാണാൻ ഭയങ്കര രസം. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഷെയ്ഡ്സിൻ്റെ ആ ഒരു ഇതുണ്ട്, മെറ്റീരിയലും ആ ഒരു കളേഴ്സുമായിട്ട് നല്ല മാച്ചിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ ആ ഒരു ബീഡ്സ് വർക്ക്, പിന്നെ ബീഡ്സ് വർക്കിൻ്റെ ഉണ്ട് കേട്ടോ, ആൻറ്റിക് ബീഡ്സും പിന്നെ ഇടയ്ക്കൂടെ ആ ഒരു സിൽവറിഷ് ഒരു ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം കളറാട്ടോ ആ ബീഡ്സിന്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇച്ചിരി ഭംഗി കൂടുതൽ തോന്നിച്ചത്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ, ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. വാഷിംഗ് പോസിബിളാണ്. ഷാമ്പു വാഷ് ചെയ്യാം. ബീഡ്സ് ഉള്ളതുകൊണ്ട് വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. അത് ഏത് പ്രോഡക്റ്റ് ആണല്ലോ അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ല കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ Y 188, റേറ്റ് 1120. അടുത്തൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ അത് കുറച്ച് ലൈറ്റായിട്ട് തോന്നിച്ചു. നല്ല ഗ്രീനാണ്, കുറച്ച് തെളിച്ചുള്ള നല്ല ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ പിങ്ക് ബ്ലൂ ഒക്കെ തന്നെ എടുക്കുന്നവരാണെങ്കിൽ വേറൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. കാരണം സാധാരണ ആ ഒരു ഗ്രീനിൻ്റെ അകത്ത് ചിലതിനൊക്കെ കുറച്ച് മങ്ങലൊക്കെ വരാറുണ്ട്, അങ്ങനെയുള്ളത് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ തീരെ മങ്ങലൊന്നും അല്ല കേട്ടോ. നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. ദുപ്പട്ടയുടെ ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ബോർഡറിനെല്ലാത്തിനും ഇതാ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഒതുങ്ങി കിടക്കുന്നതാണ്. വാഷ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഫാബ്രിക്കാണ്, പക്ഷേ ഒരു സിൽക്ക് ലുക്ക് കിട്ടുകയും ചെയ്യും. നമ്പർ Y 189, റേറ്റ് 1120 ആണ്. 1120.